റോഷി പാൽ നമുക്കൊപ്പമുണ്ട്. റോഷി, വെരി ഗുഡ് മോർണിംഗ് റോഷി. കാലാവസ്ഥ അനുകൂലമാണ്, പക്ഷേ അത് ഏത് മുന്നണിക്ക് അനുകൂലം എന്നുള്ളത് പ്രവചിക്കാൻ പറ്റാത്ത തരത്തിൽ മത്സരം കടുക്കുന്നുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വേണ്ടി നാടകങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ദിവസവും അത്തരം നാടകീയമായ സംഭവ വികാസങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണോ റോഷി? അരുൺകുമാർ, PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെയാണ് നിലമ്പൂരിലെ മത്സരം പ്രവചനാതീതമായത്. പക്ഷേ ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ സാധ്യതയില്ല PV അൻവർ എന്ന സൂചനകളാണ്. UDF നേതൃത്വം അങ്ങനെ ഒരു ശ്രമം, സമ്മർദ്ദമൊന്നും PV അൻവറിന്റെ മുകളിൽ ചുമത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. നേതാക്കളൊക്കെ PV അൻവർ സ്ഥാനാർത്ഥിയായി ഉണ്ടാകുമെന്ന കണക്കുകൂട്ടൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. PV അൻവർ പിൻവാങ്ങില്ല എന്ന് അവർ പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം സ്ഥാനാർത്ഥിയായി മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് PV അൻവറില്ലാതെ തന്നെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള തീരുമാനം, അതിന്റെ എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. രണ്ട് മുന്നണികൾ ഒരുപോലെ തന്നെ ആത്മവിശ്വാസമുണ്ട്. പക്ഷെ അൻവർ ആരുടെ വോട്ട് ചോർത്തുമെന്ന ആശങ്ക ഇപ്പോഴും മുന്നണികളെ വല്ലാതെ അലട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് NDA സ്ഥാനാർത്ഥി കൂടി വന്നതുകൊണ്ട് NDA സ്ഥാനാർത്ഥി ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കുമോ എന്നതാണ് മറ്റൊരു ആശങ്ക. അത് UDFനാണ് അങ്ങനെ ഒരു ആശങ്ക കൂടുതലായിട്ടുള്ളത്. ഏതായാലും പ്രചാരണം ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. കൂടുതൽ വ്യാപകമായി കൊഴുപ്പിക്കുന്ന രീതിയിലേക്ക് പ്രചാരണം പോകും. അപ്പോൾ കുറച്ചുകൂടെ വ്യക്തത വരും. ഏതായാലും ഇപ്പോഴും മത്സരം പ്രവചനാതീതമാണ്. ഒരു ഘട്ടത്തിൽ പോലും ഇങ്ങനെ ഒരു മത്സര ചിത്രം നിലമ്പൂരിൽ ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് UDF പ്രതീക്ഷിച്ചില്ല. കാരണം PV അൻവറിന്റെ പിന്തുണയോടെ എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലായിരുന്നു. ആ കണക്കുകൂട്ടൽ PV അൻവർ തകർത്തു. എന്നാലും അത് മറികടക്കാനുള്ള തന്ത്രങ്ങൾ UDF ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു റോഷി. നിലമ്പൂരിലെ രാഷ്ട്രീയ തുടുപ്പുകൾ അതിവേഗം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം തയ്യാറായി കഴിഞ്ഞു. അതിവേഗം ഇതുവരെയും പ്രേക്ഷകർ കണ്ട റിപ്പോർട്ട്, നിലമ്പൂരിലെ എല്ലാ തിരഞ്ഞെടുപ്പ് ബ്രേക്കുകളും റിപ്പോർട്ടർ TVയാണ് പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിച്ചത്. വരുന്ന നിമിഷങ്ങളിലും രാഷ്ട്രീയ തുടുപ്പുകൾ ആദ്യം പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം എത്തിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ ക്യാമ്പുകളിൽ നിന്നുള്ള വിശേഷങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകർ തുടരുക.